മനുഷ്യരിലെ സ്വത്വബോധത്തെ വെടിയാൻ കഴിയുമോ? അല്ലെങ്കിൽ സ്വത്വബോധം വെടിയേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? മനുഷ്യരുടെ സ്വത്വബോധം വെടിയാൻ കഴിയില്ല. അതിന്റെ കാഠിന്യം കുറയ്ക്കാം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നേരെ വളരെ ശക്തമായി നിർത്താതിരിക്കാം, തീർത്തും നമുക്ക് ഒഴിവാക്കാനൊക്കാത്ത കാര്യമാണ്. അത് മനുഷ്യരുടെ പ്രശ്നമായിട്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുക. ജീവിയുടെ അതിരുബോധം തന്നെയാണ് സ്വത്വബോധമായി മാറുന്നത്. നമുക്ക് ജീവന് ഒരു അതിര് അനുഭവിക്കും. അങ്ങനത്തെ ആ അതിരിനകത്തുണ്ടാകുന്ന വ്യത്യസ്തമായ സ്വത്വബോധങ്ങളുടെ കൂട്ടാണ് മനുഷ്യൻ. ഒരേ സമയത്ത് ഞാൻ മലയാളിയാവും, ഇന്ത്യക്കാരനാവും, ഏഷ്യക്കാരനാവും, ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളാവും, കാട്ടിലെ മറ്റ് ജീവികളുടെ മുന്നിൽ മനുഷ്യനാവും, ഭൂമിക്ക് പുറത്താണെങ്കിലും ജീവനുള്ള കൂട്ടത്തിൽപ്പെട്ടു. ഇങ്ങനെ എത്ര തരത്തിലെ ഐഡന്റിറ്റികൾ നമുക്കുണ്ട്. വ്യത്യസ്തമായ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി സങ്കീർണമായ കോംപ്ലക്സ് ആനിമലായി മാറുമ്പോൾ പലതരത്തിലുള്ള ഐഡന്റിറ്റികൾ കൂടെ ഒന്നിച്ചു ചേരും. ഒരു കൂട്ടം ഐഡന്റിറ്റികളാണ്, സ്വത്വങ്ങളാണ്. ഒരു കൂട്ടം ഒരു സ്വത്വബോധത്തിലുള്ളത്. ഒരേ സമയം പല സ്വത്വബോധങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു സംഘമാണ്. വീട്ടിനകത്ത് നമ്മൾ മകനാകും, മകളാകും, സഹോദരനാകും, സഹോദരിയാകും, ഇങ്ങനെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി. അച്ഛനാകും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായ ഒരു സ്വത്വബോധമൊന്നുമില്ല. സാമൂഹികമായി രൂപപ്പെട്ട ഒരു സ്വത്വബോധം മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനല്ല. പലതരത്തിലുള്ള സ്വത്വബോധങ്ങൾ ചേർന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ സ്വത്വബോധം എന്ന് പറയുമ്പോൾ സാമൂഹികമായി രൂപപ്പെട്ടിട്ടുള്ള ജാതിയോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മതത്തിനോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ രാജ്യത്തിനോട് ബന്ധപ്പെട്ട 3 എണ്ണം മാത്രമേ നമ്മൾ കണക്കിലെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ഗോത്രബോധവും തന്നെ ഒരു ഗ്രൂപ്പിനകത്തെ അംഗമായിരിക്കുന്ന ബോധം. അതാണ് നമ്മൾ പ്രധാനമായും നമ്മളുടെ സ്വത്വബോധം എന്നുള്ള നിലവാരത്തിൽ കാണുന്നത്. അതിന് രാഷ്ട്രീയ മാനം വരുന്ന സമയത്ത് ഏത് തരത്തിലുള്ള നമ്മൾ പൊരുതി ചെറുത്ത് നിൽക്കാൻ ബാധ്യത വന്നിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണോ, അടിച്ചമർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വത്വബോധമായിരിക്കും ഉണ്ടാകുന്നത്. അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വത്വബോധമായിരിക്കും ഇപ്പോഴുള്ള 100 കണക്കിന് സ്വത്വബോധങ്ങളുള്ളവർ തന്നെയാണ്. രാഷ്ട്രീയവും സാമൂഹികമായ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ സ്വത്വബോധം. ഈ ജാതിമായ വിവേചനങ്ങൾ അനുഭവിക്കുന്നവർ അവരുടെ വിവേചനങ്ങളെ എടുത്തു കാണിക്കുമ്പോഴൊക്കെ നമ്മൾ സ്വത്വബോധത്തിൽ അടിസ്ഥാനമായിട്ടാണ് അയാൾ സംസാരിക്കുന്നതെന്ന് പറയാറില്ലേ? അത്തരം ഘട്ടങ്ങളിൽ സ്വത്വബോധം വർക്ക് ചെയ്യുന്ന ഒരു തെറ്റായ പ്രക്രിയയാണോ? എങ്ങനെ? ഞാൻ ഈ പറഞ്ഞ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്ന സ്വത്വബോധത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരണം എന്ന് വിചാരിച്ച് മിണ്ടുന്നവരെ സംബന്ധിച്ചോളമാണ് ചെറിയ സ്വത്വബോധങ്ങളല്ല, ചെറിയ വൃത്തത്തിലെ സ്വത്വബോധങ്ങൾ നല്ലതല്ല എന്നുള്ള നിലവാരത്തിലെടുക്കും. ഹിന്ദുക്കളായിരിക്കണം എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ അതിനകത്ത് ജാതികളൊന്നും പറയരുത്. അതേ സമയത്ത് വിവേചനം നിലനിൽക്കുന്നതിന് ഈ സാധനം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. ആളുകൾ വിവേചനം വീട്ടിൽ കയറ്റാതിരിക്കുന്നതിന് ഈ സ്വത്വബോധം അവർ ഉപയോഗിക്കും. കല്യാണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഈ സ്വത്വബോധം ഉപയോഗിക്കും. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം മനുഷ്യരാണെന്ന് പറയും. അത്രയും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പല സ്വത്വബോധങ്ങളുള്ളവരാണ് നമ്മൾ. അതിനകത്ത് രാഷ്ട്രീയവും സാമൂഹികവുമായ മാനം വരുന്ന സ്ഥലത്തിന് മാത്രം പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മാത്രം വിചാരിക്കുന്നതല്ല. ഒരാളുടെ ജാതിയോ മതവുമായ ഐഡന്റിറ്റി അവർ സ്വന്തമായി ഉണ്ടാക്കുന്നത് മാത്രമല്ല, അപ്പുറത്തിരിക്കുന്നവരും കൂടെ ചേർന്നുണ്ടാക്കുന്ന സ്വത്വബോധങ്ങളെ നമുക്കുള്ളൂ. നമ്മളെ ഇന്ത്യക്കാർ എന്ന് വിളിക്കുന്നത് മറ്റുള്ളവരാണ്. പക്ഷെ ആ ഇന്ത്യക്കാരെന്ന് പറയുന്നതിനകത്ത് മലയാളികളുണ്ട്, തമിഴരുണ്ട്, പഞ്ചാബികളുണ്ട്, ബംഗാളികളുണ്ട്, UP-ക്കാരുണ്ട്, മറാത്തികളുണ്ട്. ഇവരെല്ലാവരും ഇന്ത്യക്കാരുണ്ട്. അപ്പൊ ആ ഐഡന്റിറ്റിക്ക് അവിടെ പോയി. അതാണ് ഭാഷാപരമായ ഐഡന്റിറ്റി. അതേപോലെ തന്നെ
ഒരു പ്രദേശത്തിനുള്ള ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തുകാരാകും, തൃശ്ശൂരുകാരാകും, കൊല്ലംകാരാകും, തെക്കനാകും, വടക്കനാകും, ദ്രാവിഡനാകും, ആര്യനാകും എന്നെല്ലാം തരത്തിലുള്ള ഐഡന്റിറ്റികളുണ്ട്. മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയ ഐഡന്റിറ്റികളാണ് കൂടുതൽ. മനുഷ്യർക്ക് സങ്കല്പമില്ലാതെ, സങ്കല്പം ചേർക്കാതെ ഒരു കാര്യവും നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോ കാണുന്ന ഇയാൾ ഇരിക്കുന്ന കസേര എന്ന് പറഞ്ഞ വാക്ക് ചേർത്തിട്ടാണ് നമ്മൾ അതിനെ അറിയുന്നത്. രണ്ട് രൂപമുണ്ട്, രൂപം നമ്മൾ ഉണ്ടാക്കുന്നതല്ല, രൂപം ഉള്ളത്. അതിനെ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ ഇടുന്ന നാമത്തിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ഇടണം. അപ്പൊ ഇങ്ങനെ ഓരോ വിളിപ്പേരിനകത്തൂടെ സ്വത്വബോധങ്ങൾ എടുക്കും. ഒരു കൂട്ടം സ്വത്വബോധങ്ങളുടെ ആകെത്തുകയായിട്ടാണ് ശരിക്കും നമ്മൾ. അത് നമ്മള് കോശങ്ങളിലുള്ള നമ്മുടെ ഐഡന്റിറ്റി പോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ ഓരോ കോശവും ജീവനുള്ളതാണ്. അതെല്ലാം ചേർന്നാണ് ഞാൻ എന്ന് പറയുന്നത് സാധനമായിട്ടിരിക്കുന്നത്. അല്ലാതെ അകത്ത് ഞാനും അകത്ത് ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല. ഇതിനകത്തൊന്നും ഈ ഞാൻ ഇറങ്ങിപ്പോകാൻ എന്നറിയുന്നത് പോലെ നമ്മൾ കാണും. അത് കാരണം പലതരത്തിലാണ് നമ്മൾ ഈ സ്വത്വബോധത്തിനെ പറ്റി ഇന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരൊറ്റ നിലപാടിൽ നിന്നാണ്. അത് വിവേചനം അനുഭവിക്കുന്നവരുടെ സ്വത്വബോധമാണ്, വിവേചനം നിർമ്മിച്ച് അടിച്ചമർത്തുന്നവരുടെ സ്വത്വബോധമാണെന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയമായിട്ട് വരുന്നത്. ഇതാണ് ഒരു വിവേചനം. അപ്പൊ പലതരത്തിലെ വിവേചനങ്ങളും ഇപ്പൊ ജെൻഡർ കൊണ്ടുണ്ടാകുന്ന ലിംഗപരമായിട്ടുള്ള വിവേചനമുണ്ട്. ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടും അല്ലാതിരിക്കുന്നവരും രണ്ടും ആയിരിക്കുന്നവരും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ജെൻഡറുകളുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. വ്യത്യസ്തമായ പലതരത്തിൽ ഐഡന്റിറ്റികൾ രൂപപ്പെടും. ആ ഐഡന്റിറ്റികളിനകത്ത് അതിൽ ഏതാണ് അപ്പുറത്ത് നമ്മുടെ തൊട്ട് മുന്നിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള മറ്റാൾക്കാർ അവര് നമ്മളിൽ കൽപ്പിക്കുന്ന ഐഡന്റിറ്റികൾ കൂടെ ചേർന്നേ നമ്മളുണ്ടാകും. നമുക്ക് ഞാൻ പറയുകയാണ് എനിക്ക് ജാതി മത ബോധമില്ല എന്ന് പറയുന്നതാണ് കൊണ്ട് എന്നെ അത് ബോധത്തില്ല. കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ എന്നെ നിർണ്ണയിച്ചിരിക്കുന്ന ഇന്ത്യക്കാരൻ, ഞാൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അമേരിക്കയിലോട്ട് ചെന്നാൽ അവരൊരു പാസ്പോർട്ട് കാണിക്കാൻ പറ്റും. മനുഷ്യനാണെന്നുള്ള അവർക്ക് നോക്കിയാൽ കണ്ടാറുണ്ട്. പിന്നെന്താ എന്നെ കേട്ടാറ്? അപ്പൊ പാസ്പോർട്ട് കൊടുക്കും, അപ്പൊ ഇന്ത്യക്കാരൻ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പുറത്താണ് നമ്മുടെ ഐഡന്റിറ്റി. മറ്റുള്ളവരുടെ ചേർന്ന് നിർമ്മിക്കുന്ന ഐഡന്റിറ്റിയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ നമ്മുടെ അപ്പുറത്തിരിക്കുന്നവരുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് ഞാൻ ആരാണ്? അത് കാട്ടിലിരുന്നാൽ മനുഷ്യനാണ്. കാരണം അവിടെ ബാക്കിയുള്ള ജീവികളായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ വരുമ്പോൾ അവിടെ മലയാളിയായിട്ടും ഇന്ത്യക്കാരനായിട്ടും വെളുത്തവനും കറുത്തവനുമായിട്ടും ജാതി സമ്പ്രദായമാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനും കുറെ തറയനും കൊലയനുമായിട്ടും നായരും ഈഴവനുമായിട്ടും എത്തി. അതുകൊണ്ട് ധാരാളം ഐഡന്റിറ്റികളുള്ളവരാണ് ഒരാൾ. അത് ഏതാണ് ഡോമിനന്റ് പ്രകടമായി വരുന്നത് അപ്പുറത്തുള്ളവരോട് ചേർന്ന്. അപ്പൊ നമ്മളില് പലതരത്തിലുള്ള ജനിതകം ഉണ്ടെങ്കിലും ചില സന്ദർഭത്തിൽ ആ ഒരു ജനിതകമായിരിക്കും ഏറ്റവും പ്രകടമായി പ്രവർത്തിക്കുന്നത് പറയുന്നത് കൊണ്ട് നൂറുകണക്കിന് ഐഡന്റിറ്റികൾ ഉള്ളവരാണ് നമ്മളെല്ലാം. ആ ഐഡന്റിറ്റികളിൽ ഏതാണ് ആ സന്ദർഭത്തിനകത്ത് ഏറ്റവും പ്രകടമായി നിൽക്കുന്നത് അതാണ് നമ്മൾ പ്രകടമായി അത്തരത്തിലുള്ള ഇത് വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശക്തമാണ്. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ഇന്ത്യക്കാരനും ചൈനക്കാരനുമായി ബലമാകും. ഇങ്ങനെയാണ് മനസ്സിലായത്. അതുവരെ നമ്മൾ പഞ്ചാബി മലയാളിയായിട്ടിരുന്നവൻ ഒറ്റയ്ക്കുടനെ ഒറ്റയടിക്ക് ഇന്ത്യക്കാരനാകുന്നതിന്റെ ഐഡന്റിറ്റി ശക്തി. നമ്മുടെ സംഘർഷഭരിതമായ സന്ദർഭങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് സമരം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഉച്ചനീചത്വങ്ങൾ അനുസരിച്ചിട്ടുള്ള വിവേചനങ്ങൾ അനുസരിച്ചിട്ടുള്ള ഐഡന്റിറ്റികൾ നമുക്ക് ശക്തം. പൊതുവെ ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ വിളിക്കുന്നവര് അവരുടെ ചർച്ചകളിൽ വരുമ്പോഴൊക്കെ നിരീശ്വരവാദി ആയതുകൊണ്ട് തന്നെ അവരെല്ലാം സ്വത്വബോധം വെടിഞ്ഞവരാണെന്ന് പറയാം. അതൊരു സാധ്യം അതൊക്കെ ഭരതവാദുകൾ കൊടുക്കാവുന്ന. കാരണം ഈ സ്വത്വബോധം എന്ന് പറയുന്നവർ തന്റെ മനോഭാവമാണെന്നൊക്കെ വിചാരിക്കുന്നവരുടെ ലോകമാണ്.
ജാതി അങ്ങ് ഞാൻ ആലോചിച്ചില്ലാതാക്കി കളയാം എന്ന് വിചാരിക്കുന്നുണ്ട്. സാമൂഹികമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ വിചാരിച്ചു കളയാനൊക്കെ റേസിസ്റ്റുകളായിട്ട് കറുത്തവരും വെളുത്തവരുമായി വിചാരിക്കുന്നത്, ഞാൻ വെള്ളക്കാരനാണ്, ഞാൻ സുപ്പീരിയർ ആണെന്ന് വിചാരിക്കുന്നതിനോട് ഞാൻ സ്വത്വബോധം വെടിഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞാലൊന്നും, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവരവിടെ കേട്ടത്തില്ല. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ടാക്കിയേ പറ്റില്ല, അതിനോട് തെളിവും കൂടെ സഹിതം കാണിക്കണം. അല്ലാതെ അതുകൊണ്ട് ഈ തരത്തിലെ മനോഭാവങ്ങളൊന്നും അല്ല ഇതൊന്നും, ജാതിബോധങ്ങളൊന്നും സാമൂഹികമായി നിർമ്മിച്ചിട്ടുണ്ടാക്കിയതാണ്. കേരളം ഉണ്ടായതുപോലെ, ഇന്ത്യ ഉണ്ടായതുപോലെ, കൊല്ലം ഉണ്ടായതുപോലെ മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് വേണം അതൊക്കെ പറയാൻ. അതുപോലാണ് ഗോത്രബോധമായിരുന്നതിനെ തട്ടായ സമൂഹം രൂപപ്പെടുത്തിയപ്പോൾ ഒരു താഴത്തെ തട്ടിൽ പെട്ടവർ എന്ന് പറഞ്ഞുള്ള ഐഡന്റിറ്റി നിർമ്മിച്ചു തന്നതാണ്, അതുള്ളതാണ്. അത് വിചാരിച്ചാൽ പോകുന്നതല്ല. ഇപ്പൊ നാരായണ ഞാൻ ജാതിയും മതവും ഉപേക്ഷിച്ച് സംവത്സരങ്ങളായി എന്ന് പറയുന്നത് വഴി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പോകത്തില്ല. അദ്ദേഹം ഈ നാട്ടിന്റെ ഈഴവ ഗുരുവായിട്ട് തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. എത്ര പറഞ്ഞാലും അതങ്ങനെ പോകില്ല. കാരണം അത് നമ്മൾ മാത്രമായിട്ട് വിചാരിച്ച് നിർമ്മിക്കുന്നതല്ല. പക്ഷെ ഞാൻ ആ തരത്തിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് എനിക്ക് പറയാം. ജാതിബോധങ്ങൾ കൊണ്ടോ മതബോധം കൊണ്ടോ രൂപപ്പെട്ട സുപ്പീരിയറിറ്റിയോ അല്ലെങ്കിൽ ഇൻഫീരിയറിറ്റി ആയിട്ടുള്ള എന്റെ സാമീപ്യം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനല്ല പെരുമാറും. പക്ഷെ അതിന്റെ വില കൊടുത്തേ നിൽക്കാം. അപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാനുള്ള സാധ്യതയില്ല. കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. പെരുമാറ്റത്തിനകത്ത് നമുക്കത് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ മറുവശത്തിരിക്കുന്നവരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് പരിഹരിക്കുന്നതല്ല. അതുകൊണ്ടാണ് സാമൂഹിക യാഥാർത്ഥ്യമായി നമ്മൾ അതിനെ അംഗീകരിക്കുന്നത്. വിവേചനങ്ങളുണ്ട് എന്നാണ്, അത് നമ്മളുടെ ഇഷ്ടം കൊണ്ടല്ല. ഞാൻ വിവേചനപരമായി പെരുമാറത്തില്ലെന്ന് തീരുമാനിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എന്നോട് വിവേചനം ചെയ്യുന്നതിനാണ് മറുപടിയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വത്വബോധം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നിർമ്മിക്കുന്നതല്ല, അതൊരു സാമൂഹിക യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞ് അങ്ങനെ അല്ലാതെ പെരുമാറുന്നത് പലതരത്തിലുള്ള പെരുമാറ്റങ്ങളും പലതരത്തിലുള്ള നിയമങ്ങളും കൊണ്ട് പലതരത്തിലുള്ള പുത്തൻ ഐഡന്റിറ്റികളിൽ രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് കുറയ്ക്കാനേ പറ്റൂ. ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സാധ്യത. മതപരമായ അയാൾ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ജാതിയുമായ എവിടെ നിൽക്കുന്നു, ഇതുപോലെ തന്നെ സ്ഥലകാല ബന്ധങ്ങൾ വെച്ച് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യന് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അതെ, അതുകൊണ്ടാണ് ഞാനിപ്പോ മലയാളിയെ ബോധത്തോടെ ജീവിക്കുക, തമിഴിനെ വെറുക്കുന്ന മലയാളിയാകാൻ പറ്റും. മുല്ലപ്പെരിയാർ വരുമ്പോൾ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ ചർച്ച ചെയ്യാതെ മലയാളികളുടെയും തമിഴരുടെയും പ്രശ്നമായി ചർച്ച ചെയ്യുന്നവരായിട്ട് മാറാൻ പറ്റും. ആ സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ഇന്ത്യക്കാരുടെ പ്രശ്നമായിട്ട് അതിനെ കണ്ട്, അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രശ്നമായ അതിനെ കണ്ട് ഞാൻ അതിനെ നേരിടത്തുള്ളൂ എന്ന് എനിക്ക് വ്യക്തിപരമായി തീരുമാനിക്കാം. പക്ഷെ ആ തീരുമാനം മറുവശത്ത് നിൽക്കുന്നവരുടെ അംഗീകാരം കിട്ടുന്നത് വരെ അവർ മലയാളിയായിട്ട് എന്നെ കാണും. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലെ ബേക്കറി നടത്തുന്നവരാണെങ്കിൽ തമിഴരെല്ലാരും കൂടെ മുല്ലപ്പെരിയാറിന് വേണ്ടി ഒരു കലാപം ഉണ്ടായാൽ അവരെല്ലാരും കൂടെ എന്നെ കയറി അടിക്കും. അവിടെ എന്റെ ഇഷ്ടത്തിന് പുറത്ത് ഞാൻ മലയാളിയായിട്ടില്ല. നമ്മൾ അറിയേണ്ടതാണ്. അല്ലാതെ അങ്ങനെ പോകുന്നതല്ല. അങ്ങനെ നമ്മുടെ മനോഭാവങ്ങളല്ല ഈ സാമൂഹിക യാഥാർത്ഥ്യം. മനോഭാവങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴും അവരത് തിരിച്ചറിയപ്പെടാതെ അവർ മറ്റൊരു ഐഡന്റിറ്റിയായി നമ്മളെ തിരിച്ചറിയുകയും നമ്മളെ തല്ലുകയും ചെയ്യും എന്നുള്ളത് എപ്പോഴും ഉണ്ടാവും. ഈ തരത്തിൽ ആരോപിതമായ മനുഷ്യരെ ആരോപിച്ചുണ്ടാക്കിയ ലോകങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യ മനുഷ്യര് ദൈവത്തിനെ കണ്ടുപിടിക്കുന്നതാണ്. അല്ല, ലോകത്തൊന്നും ഉള്ളതല്ല അതൊന്നും. പക്ഷെ ഭയങ്കര യാഥാർത്ഥ്യമാണ്. ലോകം ഇപ്പൊ ഇങ്ങനെയാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരായോ? ഞാൻ ഇന്ത്യക്ക് വേണ്ടി ചാകാൻ തയ്യാറല്ല എന്ന് പറയുന്നത് വഴിയൊന്നും എന്നെ പട്ടാളത്തിൽ ഇത്ര വയസ്സായതിന് മേപ്പോട്ടുള്ളവരെല്ലാം പട്ടാളത്തിൽ ചേരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചേരാൻ ബാധ്യത. അതെങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? അപ്പൊ സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ കോൺക്രീറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് ഒറ്റയ്ക്ക് ഒരാൾ ഉണ്ടാക്കുന്ന അവരുടെ ചിന്താ രീതി കൊണ്ടുണ്ടാകുന്ന, നമുക്ക് ചിന്ത കൊണ്ട് നമ്മൾ ബലപ്പെടുത്തുന്നത് നമുക്ക് കുറയ്ക്കാം.
ഇല്ലാതാക്കണം. മൈത്രേയന് സ്വത്വബോധം ഉള്ളതായിട്ട് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ എന്താണ് ചെയ്യാറ്? ഞാൻ നിരന്തരം നമ്മുടെ ഈ മറുവശത്ത് നിന്ന് നമ്മുടെ വിവേചനപരമായി പെരുമാറുന്നവരെ നമ്മളെ അവരുടെ വിവരമില്ലായ്മയായിട്ട് കണ്ട് നേരിടുക. അവരുടെ വിവരമില്ലായ്മ കൊണ്ട് നേരിടുന്നതായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം ബലപ്പെടുക. അവരുടെ മറുവശത്താകാതിരിക്കാനാണ് ശ്രമിക്കാറ്. അതുകൊണ്ട് ബലപ്പെടുത്താൻ പാടാണ്. കാരണം ഒരു കൈ കൊണ്ട് അടിച്ചാൽ ശബ്ദം ഉണ്ടാക്കാനൊക്കെ അത് മറുവശത്തെ കൈ നമ്മൾ അതിന് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബലം കുറയും. പക്ഷെ അടി ഞാൻ കരുത്തില്ലെന്നുണ്ടെങ്കിൽ കൊള്ളല്ലോ. മറ്റേ മറുവശത്തെ കൈ കൊണ്ട് കൂട്ടാനായിട്ട് ശബ്ദം കൂട്ടുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുന്നവരായാലും തടുക്കേണ്ടതും അതിനെ ചെറുത്ത് നിൽക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് നമ്മളെ ഐഡന്റിറ്റിയെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ അവിടെ നിലനിർത്താൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഘട്ടം ഉണ്ടാവും. അങ്ങനെ അതാണ് യുദ്ധം. ഇഷ്ടത്തിന് പുറത്താണ്. ഒരു പ്ലെയിനകത്ത് കയറി വന്ന് താഴെ ഇവിടെ പശുവിനെയും കറന്ന് പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്, തലയിലല്ലേ പോകുന്നത്. എന്ത് സ്വത്വബോധം കൊണ്ടാണ്? അങ്ങനത്തെ ആവശ്യമില്ല. ഒരു മിസൈൽ കൊടുത്ത് വിട്ടാൽ മതി. അതിവിടെ വന്ന് പൊട്ടുമ്പോ ഇവിടെ നിഷ്കളങ്കർ എന്ന് പറയുന്നവരായ ആൾക്കാർ മുഴുവൻ തോന്നില്ല. ജാതിബോധമൊന്നും ഇല്ലാതിരിക്കുന്നവരെ പൊതുകൂട്ടായിരിക്കും. അങ്ങനില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. നമ്മൾ ഈ പറയുന്ന ഒരു മനോഭാവം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ മനുഷ്യൻ പേരിടാൻ തുടങ്ങിയത്, അടയാളപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായ ഒരു സാധനമാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിനകത്ത് ബലപ്പെടുത്തുന്നത് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നതേ നമുക്ക് കഴിയുള്ളൂ. അത് ഇല്ലാതാകാം. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നിടത്തോളം കാലം മലയാളിയായി വരുന്ന അത് മലയാള ഭാഷ മെച്ചപ്പെട്ട ഭാഷയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഭാഷയായതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. മലയാളത്തിൽ അഭിമാനിക്കുന്ന ഒരുത്തനായിട്ട് മാറാതിരിക്കാൻ പറ്റും. ഞാൻ മലയാളിയായി അഭിമാനിക്കുന്ന ആളെയാണ്. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളെ. കാരണം അഭിമാനങ്ങളാണ് ഈ തരത്തിലുള്ള സംഘർഷത്തിന് കാതലായി മാറുന്നത്, കേന്ദ്രമായി മാറുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഭിമാനവും ഞാൻ പേർത്തില്ല. ഞാൻ ആകെ തിരിച്ചറിയുന്നത് മറ്റ് ജീവികളുടെ ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ ആ ജീവിയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയാണെന്നുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ട് മനുഷ്യരായിരിക്കുന്നവരുടെ മുന്നിൽ ഞാൻ അവരെക്കാളും മെച്ചപ്പെട്ടവനാണെന്ന് വിചാരിച്ച് അവരുടെ മറുവശത്താകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമുക്കത് കുറച്ചു നിർത്താൻ പറ്റും. ഈ സ്വത്വബോധത്തെ കുറിച്ച് ചർച്ച വരുമ്പോൾ പോലും ജാതീയമായോ മതപരമായോ ഉള്ള ചർച്ചകളിൽ അത് വരാറ് പോലുള്ളൂ. സ്ഥലകാല ലിംഗപരമായ മേഖലയായതുകൊണ്ടാണ്. രാഷ്ട്രീയമായ ആളുകളെ ഉപയോഗിക്കാൻ പറ്റുന്ന, കീഴടക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന സമൂഹങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാരണം കൊണ്ടാണ് അത് പ്രബലമായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കക്കാരെന്നല്ലയോ പറയാറ്. ആഫ്രിക്കയിൽ എത്ര രാജ്യമുണ്ട്? അതിനകത്തുള്ളവരെ ആരെയും നമ്മൾക്ക് ആ രാജ്യത്തിന്റെ പേര് പോലും അറിഞ്ഞൂടാതെ നമ്മൾ ആഫ്രിക്കക്കാരെന്ന് പറയുന്നത്. അതേ സമയത്ത് അറിയപ്പെടുന്നത് കാരണം കൊണ്ട് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും വ്യത്യാസമാണ്. എന്നാൽ നമ്മളെന്താ അവരെ യൂറോപ്യൻസ് എന്ന് മാത്രം വിളിക്കാൻ. അത്ര അപ്രധാനമായ രാജ്യങ്ങളായ ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ പെറുവുള്ളവരുണ്ട്, കൊളംബിയക്കാരനുണ്ട്, അർജന്റീനക്കാരനുണ്ട്, ചിലിക്കാരനുണ്ട്. ഇവരെല്ലാം വ്യത്യസ്തരായിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ആരും നമുക്ക് ഒന്നടങ്കം ലാറ്റിൻ അമേരിക്ക എന്ന് വിളിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഐഡന്റിറ്റികളെല്ലാം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കൂടെ ചേർന്ന് നിർമ്മിക്കുന്നതാണ്, അല്ലാതെ സ്വയം ഉണ്ടാക്കുന്നതാണ്. സ്വയം അങ്ങനെ വിചാരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബലപ്പെടുത്തുക എന്ന് പറയുന്ന പണിയെടുക്കുക. അത് ബലം കുറയ്ക്കാൻ. മുല്ലപ്പെരിയാർ വരുന്ന സമയത്ത് ഞാൻ മലയാളി ആകണം. അതൊരു മനുഷ്യ പ്രശ്നമാണ്. പുതിയ ഡാം കെട്ടേണ്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ചർച്ചയിലെ ഞാൻ ഇടപെടുത്തുള്ളൂ. അല്ല തമിഴ്നാട്ടുകാരൻ എന്റെ വെള്ളം അടിച്ചുകൊണ്ട് പോകുന്നൊന്നും ഞാൻ വിചാരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഞാനൊരു മലയാളി ആകത്തില്ല. മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു മലയാളിത്വവും എന്നിലുണ്ടാക്കാൻ അത് ബലം കുറച്ച് നിർത്താൻ നമുക്ക് അറിയുന്നതാണ്. ലോകത്തിനെ പറ്റിയുള്ള അറിവ് കൊണ്ട് മറ്റുള്ളവരുടെ ചെറുപ്പങ്ങളെ മറുവശത്തെ ചെറുപ്പങ്ങൾ കൊണ്ട് നേരിടാൻ ഞാൻ തയ്യാറാണ്.
പക്ഷെ അടിച്ചമർത്തപ്പെടുമ്പോൾ ചെറുക്കും. അത് ഞാൻ ചെയ്യും. അവിടെ സത്വബോധം നമ്മൾ കടന്നു വരാം. നമ്മൾ സ്വത്വബോധം വേണമെന്നല്ല, ഒരു അടി വരുമ്പോ തടയേണ്ടതുണ്ടെന്നുള്ളതല്ല. അല്ല, ഇപ്പൊ ഈ ജാതിമായ അടി, ഞാൻ നീചനായ ആളാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അടിക്കുമ്പോൾ ഞാൻ നീചനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ഈ കള്ളനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാവരും എന്നെ പിടിച്ച് കെട്ടിയ ഞാൻ കള്ളനാണെന്നുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കുമെന്നാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പറയാറ്. അത് അങ്ങനെ അല്ലാതെ നമുക്കറിയാം. അല്ല, അവിടെ തെറ്റിദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ തിരിച്ചറിയുള്ളൂ. അല്ല, ജാതീയമായ വിവേചനങ്ങൾ അനുഭവിക്കുന്നവർ അതിനെതിരെ പൊരുതുമ്പോ അത്തരം സ്വത്വബോധത്തിന്റെ കടന്നുവരവ് ഉണ്ടാവില്ല. അതേപോലെ ആ സ്വത്വബോധം ബലപ്പെടുത്തുകയല്ല വേണ്ടത്, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടതെന്നാണ്. സംഘടിതമായി ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അത് കാരണമാണ് അതിനകത്ത് അഭിമാനിക്കേണ്ട ആവശ്യമുണ്ട്. ആരാണോ അത്തരത്തിലുള്ള പ്രൈഡുകൾ ഉണ്ടാക്കുന്നത് ബലപ്പെടുത്തുന്ന യുക്തികളാണ്. ബലപ്പെടുത്തിയോ നിങ്ങൾ അതിന്റെ പരിമിതിക്കകത്തും അതിന്റെ ചെറുപ്പത്തിനകത്തും പെട്ട് ചെറുത്ത് നിൽക്കാൻ ഞാൻ നിശ്ചയമായിട്ടും ഏത് തരത്തിലുള്ള വിവേചനങ്ങളെ ഞാൻ ചെറുക്കും. പക്ഷെ അതിന് മറുവശത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ ചെറുക്കാം. ഇന്ന ഐഡന്റിറ്റി കാരണമാണ് ഈ ആൾക്കാർ എന്നെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. തിരിച്ചറിവ് ഉള്ളത് കാരണം കൊണ്ട് ഞാനതായി മാറത്തില്ലെന്ന് ഞാൻ പറയുന്നത്. റോഡ് സൈഡിൽ നിന്ന് എന്നെ തെറ്റിദ്ധരിച്ച് കള്ളനാണെന്ന് വിചാരിച്ച് നാട്ടുകാരെ പിടിച്ച് തെങ്ങ കെട്ടിയിട്ടിട്ട് അടിക്കുമ്പോൾ ഞാൻ കള്ളൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലേക്ക് ഞാൻ മാറേണ്ട ആവശ്യമുണ്ടോ? അങ്ങനൊന്നുമില്ല. തെറ്റിദ്ധരിച്ചവരാണ് ഈ നിൽക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് ആ തെറ്റിദ്ധരിക്കുന്നത് അവരെ പോലെ അല്ലാത്തവരെ എല്ലാം തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അത് എല്ലാവരെയും ഒരു മനുഷ്യനായിട്ട് തിരിച്ചറിഞ്ഞു കളയും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. ബോധപൂർവ്വം നമ്മളെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യരാണ് അവരെന്ന് അറിയുന്നുണ്ട്. പക്ഷെ അത് ചെറുക്കുന്ന രീതി വേറെ. ചെറുക്കേണ്ടതുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ മീനും മുള്ളുമായിട്ട് നിൽക്കുന്നത് നമ്മളെ ആക്രമിക്കാനല്ല, ചെറുക്കാനാണ്, അതിനെ പിടിക്കാതിരിക്കാനാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാന കൊമ്പുണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ ഓടി അതിനെ കൂട്ടാനല്ല, അതിനെ പിടിക്കാതിരിക്കാൻ, ചെറുക്കാനാണ്. അങ്ങനെ ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത് സഹജമായ ജീവിതത്തിനകത്ത് എല്ലാ മരവും വിഷം കണ്ടുപിടിച്ചത്, അരുചി കണ്ടുപിടിച്ചത്, ദുർഗന്ധം കണ്ടുപിടിച്ചത് ഓടിപ്പോകാൻ കഴിയാതിരിക്കുന്ന കാരണം കൊണ്ട് അതിനെ തിന്നുന്ന മൃഗങ്ങളെ ചെറുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അത്രയത്തുള്ള ചെറുത്ത് നിൽപ്പുകൾ നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ സ്വത്വബോധം ബലപ്പെടുത്തുന്ന യുക്തിയല്ല. അങ്ങനെ മനസ്സിലാക്കി. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ വിവേചനങ്ങളെ നമ്മൾ കടന്നു വരുന്നുണ്ടെന്ന് തിരിച്ചറിയുകയോ അല്ലെങ്കിൽ സ്വത്വബോധം നമ്മൾ കടന്നുണ്ടെന്ന് തിരിച്ചറിയുകയും മറികടക്കുകയും ചെയ്യാൻ എന്തെങ്കിലും ഉപാധി ഉണ്ടോ? ഉപാധി എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയത്ത് മലയാളം സംസാരിക്കുന്നതുകൊണ്ട് മലയാളിയായി അവർ വിചാരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പൗരനാണെന്നുള്ള തിരിച്ചറിവിനകത്തൂടെ നമ്മൾ പൗരബോധത്തോടെ അതൊന്ന് ബലപ്പെടുത്തി മറ്റുള്ളവരെ പാകിസ്ഥാൻകാരൻ എതിരാളിയായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു 75 വർഷം മുമ്പ് ഇന്ത്യയുടെ ഭാഗം എന്ന് പറഞ്ഞ ഇന്ത്യ ആയിരുന്ന സ്ഥലമാണ്. അപ്പൊ മനുഷ്യര് നിർമ്മിതമായ രാജ്യങ്ങളാണ് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അല്ലാതെ അതിനുവേണ്ടി ചാകേണ്ട, കൊല്ലണ്ട, പക്ഷെ കീഴടങ്ങേണ്ട ആവശ്യം എത്രത്തോളം മതി അത് നമുക്ക് ചെയ്യാൻ പറ്റും. തിരിച്ചറിവുകളാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിനെ പറ്റിയുള്ള തിരിച്ചറിവിനാണ് നമ്മൾ മനുഷ്യരാണെന്നും നമ്മൾ ജീവികളാണ്, മറ്റുള്ള ജീവികളും നമ്മളും കൂടെ ചേർന്ന് ഈ ലോകത്ത് ജീവിക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള പരിമിതപ്പെടുത്തുന്ന സ്വത്വബോധങ്ങളെ ബലപ്പെടുത്തേണ്ട ആവശ്യം. എത്ര ശ്രമിച്ചാലും അമേരിക്കക്കാരൻ എന്നെ ഇന്ത്യക്കാരനാണെന്ന് വിളിച്ച് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ പുറത്തു നിർത്താനോ ശ്രമിക്കുമ്പോഴും അവനെ മറുവശത്ത് മനുഷ്യനല്ലാതായി കാണേണ്ട ആവശ്യമില്ല. വിവരക്കെട്ട ശുംഭൻ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യരായിട്ട് മനസ്സിലാക്കുക. നമ്മൾ വീട്ടിലെ അമ്മയും അച്ഛനോട് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? വളരെ മോശമായിട്ട് അവരെ പെരുമാറുന്ന സമയത്ത് അമ്മയും അച്ഛനും ആണെന്നുള്ള തിരിച്ചറിവോടെ തന്നെ നമ്മളത് കൈകാര്യം ചെയ്തു. അല്ലാതെ അവരെ വെറുക്കുവാണ്. അറിഞ്ഞുകൂടാത്തവരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണെന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷെ അവരുടെ അടിയെല്ലാം വാങ്ങി അവിടെ നിൽക്കേണ്ട ആവശ്യം, അത് തടയുകയൊക്കെ ചെയ്യണം.
അത്രയും നമ്മൾ ചെയ്യാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെടികൾ ഓടിപ്പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് മുള്ളുണ്ടാക്കി നിൽക്കുന്നത് പോലെ അത്രത്തോളം ചെറുത്ത് നിൽപ്പുകൾ നമ്മൾ ചെയ്യണം. അത് സ്വത്വബോധം വികസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവർ വെറുക്കാൻ പഠിപ്പിക്കുന്നത് ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ആവശ്യം. നമ്മൾ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന സ്വത്വബോധങ്ങളിൽ എത്തിച്ചേരേണ്ട ആവശ്യം. അപ്പുറത്തിരിക്കുന്ന ആളിനെ ചെറുക്കേണ്ടത് നമുക്കത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന പ്രധാനമാണ്. ചെറുത്ത് നിൽപ്പുകള് എന്താണ്, അങ്ങോട്ട് പോയി ഞാൻ ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ ഏറ് എന്നുള്ള നിലവാരത്തിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പണിയുമല്ല. അവരുടെ ചെറുപ്പത്തിന് മറുവശത്താകാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം. ജീവിതത്തിന് അങ്ങനെ ഒരു വശമുള്ളൂ. എല്ലാ ചെറുത്ത് നിൽപ്പുകളും വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നതല്ല. മീൻ നമ്മളോട് ഒരു പകയുമില്ലാതാണ് കൂട്ടുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ചെയ്യേണ്ടത്. അതാണ് കീഴടങ്ങാതെ ചെയ്യുന്ന രീതി. കൂടെ നിന്ന് നീ എന്റെ മുന്നിലും നടക്കണ്ട പുറകിലും നടക്കണ്ടേ, എന്റെ സമമായി നടക്കണമെന്ന് ആവശ്യപ്പെടുന്ന പോയത്. അങ്ങനെ ആളുകളെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് മാത്രമാണ് ലോകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏക മെക്കാനിസം. അതുകൊണ്ടാണ് സാഹോദര്യത്തിൽ നമ്മൾ അധിഷ്ഠിതമാണ്, സമത്വത്തിൽ അധിഷ്ഠിതമാണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് തൃത്വത്തിനെ ചേർത്തിണക്കിയാണ് ആധുനിക ജനാധിപത്യ പൗരബോധവും. ഈ ബോധത്തിനകത്ത് നിൽക്കുവാണെങ്കിൽ ചെറുപ്പങ്ങളിനകത്ത് അഭിമാനിക്കേണ്ട ആവശ്യം